ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റലിലെത്തിയതിന് ശേഷം ഒരു ദിവസം നമ്മളെന്താണ് ചുമ്മാ പുറത്തൊക്കെ പോയേ. അപ്പം നമ്മുടെ റൂമിൽ മൊത്തം 6 പേരെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ 3 ആളേ ഉള്ളൂ. ഒരാൾ വന്നിട്ട് നാട്ടിലേക്ക് പോയി. ഇത് നമ്മൾ സൺഡേ പോയതാട്ടോ, ഈ സൺഡേ പോയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണെന്നറിയുമോ ഗൈസ്? തണ്ണീർമുക്കം ബണ്ട് കാണാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ 3 മണിയാണ് പോകുന്നത്. ഇതാണ് അനാമിക, നേരത്തെ കാണിച്ചത് മെറിൻ. അപ്പോൾ അതാ ബസ് വരുന്ന കണ്ട, മറ്റേ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന പോലെ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതിനെ കൊണ്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. അതിനുശേഷം നമ്മൾ അവിടുന്ന് കോട്ടയം ബസ്സിൽ കയറി. അപ്പോൾ ഇവർ ഫ്രണ്ടിലുള്ള ഡബിൾ സീറ്റിലിരുന്ന്, ഞാൻ തൊട്ട് ബാക്കിലുള്ള സീറ്റിലിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. കുറേ നടക്കാനുണ്ട്, 2 സൈഡിലും ഇങ്ങനെ കായലായിട്ടാണ്, അറിയായിരിക്കും. അങ്ങനെ 2 സൈഡിലും കായലൊക്കെ ആയിട്ട് കുറേ കാണാനെല്ലാം ഉള്ള ഒരു സ്ഥലമേ. കുറേ ഉണ്ട്, നല്ല ഉണ്ട്. നമ്മൾ മഴയുള്ള സമയത്ത് പോയി, അപ്പോൾ നല്ല രസമുണ്ടായി. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി തന്നെയാണോ പോകേണ്ടത്, അതോ ഇനി അവിടെ ബസ് നിർത്തും, അങ്ങനെയൊന്നും അറിയില്ല. ഞങ്ങൾ അവിടെ തന്നെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന അവിടെയുള്ള ആലപ്പുഴയിലുള്ള പിള്ളേരോടും ചെറുതിലുള്ള പിള്ളേരോടൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അതാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം എന്താ നല്ല ഇങ്ങനെ ഓരോ കുഞ്ഞ് പെട്ടിക്കട പോലത്തെ ഷോപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പാലം അങ്ങോട്ട് നല്ല നീളത്തിനുണ്ട്. നമ്മൾ അങ്ങോട്ട് വരെ പോയില്ല, അങ്ങോട്ടൊക്കെ കാണാൻ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താ പറയുക, ടൈം കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് 5 മണിക്കകത്ത് ഹോസ്റ്റലിൽ എത്തേണ്ടത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. പിന്നെ കുഞ്ഞു എന്താ പറയുക പെട്ടിക്കടകൾ, അതിലിങ്ങനെ മറ്റേ റേഡിയോ എന്നെല്ലാം പാട്ട് കേൾക്കുന്ന പോലെ നല്ല രസം, നല്ല എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ ഐസ്ക്രീം കടകളുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ മഴയുള്ളൊരു ദിവസം ആയതിനെക്കൊണ്ട് നല്ല ചെളിയെല്ലാം ഉണ്ടായി, പക്ഷെ നല്ല കാറ്റ്, നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഐസ്ക്രീം കടയുണ്ട്. അത് അവിടെ ഒരു കടയിൽ മോമോസ്, എന്താ പറയുക, അതേപോലെ ബജ്ജി, അതെല്ലാം കിട്ടുന്നൊരു കടയുണ്ടായി. അതിനുശേഷം അതിങ്ങനെ ഐ ലവ് തണ്ണീർമുക്കം എന്നൊക്കെ എഴുതിയൊരു ബോർഡുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ പറ്റും. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്പീഡ് ബോട്ടിങ് എന്തോ ഉണ്ട്, പക്ഷെ നമ്മളന്ന് ചെയ്തില്ല. നമ്മളതിൻ്റെ സംഭവമൊന്നും കണ്ടില്ല. ഇങ്ങനെ ബോട്ടെല്ലാം കിടക്കുന്നുണ്ടായി. അതിന് നമ്മൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. അതിനുശേഷം അപ്പുറത്ത് ഇതിൽ നിന്ന് ബാക്കിലാണ്, അതിൻ്റെ സൈഡിൽ കൂടെ, അതായത് ലവ് തണ്ണീർമുക്കം എഴുതിയതിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ ഇറങ്ങുമ്പം നമുക്കിങ്ങനെ കായൽ കുറച്ചും കൂടി അടുത്തിരുന്ന് കാണാൻ. അവിടെ അത് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാം ഇങ്ങനെ തന്നെ എന്താ പറയുക, ഒരു കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ മറ്റേ മുള അതൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുള്ള ബെഞ്ച്, അതൊക്കെ തന്നെയാണ്. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അതൊരു ചേട്ടനെല്ലാം ചൂണ്ടയെല്ലാം ഇടുന്നുണ്ടായി. പക്ഷേ ചേട്ടന് മീൻ അങ്ങനെ അധികമൊന്നും കിട്ടിയില്ല. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞില്ല ഒരു ഷോപ്പ് മോമോസ് എല്ലാം കിട്ടുന്നത്, അവിടെ കയറിയിട്ടുണ്ടായിട്ടോ. എന്നിട്ട് നമ്മൾ ഒരു സെറ്റ് മോമോസ് പറഞ്ഞു. നമ്മളെന്താ പെരി ഫ്രൈഡ് മോമോസ് ഒരു സെറ്റ് പറഞ്ഞു. അവിടെ തന്നെ ഇതേപോലെ ഇങ്ങനെ നെറ്റിൻ്റെ ഊഞ്ഞാൽ, മറ്റേ കിടക്കുന്നതും ഉണ്ടായി, അതേപോലെ ഇരിക്കുന്നതും ഉണ്ടായി. അതാ ഇവിടെ ഉണ്ട് 2 ഏട്ടന്മാർ ചൂണ്ടയിടുന്നത്. അതിൽ ആ ഏട്ടന് ആ കിടക്കുന്ന മീനെ കിട്ടിയ കേട്ടോ. നല്ല ഉണ്ട്, ഇങ്ങനെ ബോട്ടെല്ലാം പോന്നു, നല്ല രസം. നമുക്കിങ്ങനെ നല്ല സമാധാനമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല സ്ട്രെസ്സെല്ലാം പോകുന്ന ടൈപ്പ് ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ മോമോസ് വാങ്ങി. അതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് പൊക്കിയതാണ്, എല്ലാം കൂടി ഉച്ചയും കുത്തി പോയേനെ. അതിന് ശേഷം നമ്മളതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ആ സ്റ്റാൻഡിലേക്ക് തന്നെ നടക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കുണ്ട് നല്ല കാറ്റും മഴയെല്ലാം കൂടി വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ നല്ല കാറ്റുണ്ട്. നമ്മൾ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ അല്ലേ നടന്നു പോകുന്നത്, അതുകൊണ്ട് നല്ല കാറ്റിൻ്റെ ഫ്ലോ ഉള്ളതിനെ കൊണ്ട് തന്നെ കൂടെ നന്നായിട്ട് ഇങ്ങനെ പാറുന്നുണ്ട്. അതിനെ ഞാൻ പറയുന്നത് നല്ല കാറ്റുണ്ടെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പക്ഷെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. 2 സൈഡും കായലാണ്. നല്ല രസം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പോയതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അധികം അങ്ങനെ കാണാനില്ല, പക്ഷെ നല്ലൊരു സ്ട്രെസ് റിലീഫിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ.
അതിനുശേഷം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചേർത്തലയിലേക്ക് എത്തി. പക്ഷെ നമുക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഒരു 2-2:15 എന്തോ ആയി. നമ്മളെന്തോ 11-12 മണിക്ക് എന്തോ ഇറങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് ചേർത്തലയിലുള്ള എന്താ പറയുക പച്ചില എന്നുള്ള ഹോട്ടലിൽ നിന്നാണ് കേട്ടോ മന്തി കഴിക്കുക. നമ്മൾ മന്തി കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ പച്ചില മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തും. അവിടുത്തെ മന്തി സൂപ്പറാട്ടോ, നല്ല മന്തിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള മന്തി. ഇതാണ് ആ പച്ചിലയുടെ ഇൻറ്റീരിയർ. നല്ല രസമാണ് കേട്ടോ. ഇവർ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ മന്തി വന്നു. നമ്മളൊരു ഹാഫ് മന്തി കേട്ടോ പറഞ്ഞത്. എക്സ്ട്രാ റൈസ് കിട്ടും. ഈ റൈസ് കിട്ടി കണ്ടിട്ടാരും ഇതാണോ പറഞ്ഞ ക്വാളിറ്റി എന്ന് വിചാരിക്കണ്ട. അതൊക്കെ ഇപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതും കലാസാക്കി. അതിനുശേഷം നമുക്ക് എന്താ പറയുക, എനിക്കാണെങ്കിൽ ഒരു ഹാമ്പർ കൊടുക്കാനായിട്ട് കുറച്ച് മാലയൊക്കെ നോക്കണമായിരുന്നു. ഹാമ്പറിൽ വെക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പം ഞാൻ ഹാമ്പറൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു നമ്മുടെ ഈ ബഡാ ബസാർ അങ്ങനെ ഒരു ഷോപ്പിൽ കയറി. അപ്പം ഇങ്ങനെ ബാക്ക് ടു സ്കൂളിന് നിറയെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കേട്ടോ, നല്ല ഉണ്ട്. അതിലൊരു പേനയെല്ലാം ഉണ്ട്, പേനയും ഫ്രണ്ടിൽ പേന, ബാക്കിൽ ചീപ്പൊക്കെ വരുന്ന ടൈപ്പ്. അങ്ങനെ കുറേ സാധനങ്ങളവിടെ കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ വാങ്ങുന്നുണ്ട്. സ്കൂള് തുറന്നു എന്നാലും വാങ്ങുന്നുണ്ട്. അതിന് ശരിക്കും മുക്കുത്തി വേണമായിരുന്നു. പക്ഷെ നമ്മൾ 2-3 ബസാറും കൂടി ഉണ്ട് അവിടെയൊക്കെ കയറിയിട്ട് ഒരു കടയിൽ നമ്മൾ മുക്കുത്തി വാങ്ങി. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ മുക്കുത്തി 2-3 കട കയറിയിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് ഒരു കടയിൽ നിന്നാണ് കിട്ടി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായി മുക്കുത്തി കിട്ടാത്തത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം ഹോസ്റ്റലിൽ എത്തിയിട്ടോ. അങ്ങനെ എൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഔട്ടിംഗ് എല്ലാം കഴിക്കും. നമ്മളൊരു 4:45 ആയപ്പോഴത്തേക്ക് എത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.